ലോകത്തിലെ മികച്ച ചർച്ച് ബെല്ലുകൾ ഒന്നായ മാന്നാർ ക്രാഫ്റ്റിന്റെ ചർച്ച് ബെല്ലുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. മാന്നാർ ക്രാഫ്റ്റിന്റെ ചർച്ച് ബെല്ല് ഏറ്റവും മികച്ചതാണ് എന്ന് പറയാൻ നമുക്ക് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ മാന്നാർ ക്രാഫ്റ്റിന്റെ ചർച്ച് ബെല്ല് യൂസ് ചെയ്തിരിക്കുന്നത് ബെൽ മെറ്റൽ ആണ്. അതായത് നോർമലി ബ്രാസ് യൂസ് ചെയ്യാറുണ്ട് മണിക്ക്, അല്ലെങ്കിൽ ബ്രോൺസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള കോപ്പറും ടിന്നും മാത്രം അടങ്ങിയ വളരെ ക്വാളിറ്റി ഉള്ള ചർച്ച് ബെല്ലാണ് മാന്നാർ ക്രാഫ്റ്റിന്റെ ചർച്ച് ബെൽ. നോർമൽ ആയിട്ടുള്ള ചർച്ച് ബെല്ലിനെക്കാട്ട് കൂടുതൽ മുഴക്കം, റെസൊണേറ്റിംഗ് സൗണ്ട് ആണ് ഈ ഒരു ചർച്ച് ബെല്ലിന് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് ചർച്ച് ബെല്ല് ഉണ്ടാക്കാറുണ്ട്. ആന്ധ്രാപ്രദേശ് ഇപ്പോൾ അജ്ജാരത്ത് ഉണ്ടാക്കാറുണ്ട്, ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നാഗർകോവിൽ ഉണ്ടാക്കാറുണ്ട്, ഇല്ലെങ്കിൽ തിരുപ്പൂർ ഉണ്ടാക്കാറുണ്ട്, ഇല്ലെങ്കിൽ UP ഉണ്ടാക്കാറുണ്ട്, ഡൽഹിയിൽ ഉണ്ടാക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഗുജറാത്തിൽ, ഇവിടെ എല്ലാം ചർച്ച് ബെല്ല് ഉണ്ടാക്കുന്നു. പക്ഷേ മാന്നാർ ക്രാഫ്റ്റിന്റെ ചർച്ച് ബെല്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നായത് എന്ന് വെച്ചാൽ ഇത് ലോസ്റ്റ് വാക്സ് മെത്തേഡ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതായത് മെഴുകു പിടിച്ചുണ്ടാക്കുന്നത്. മറ്റ് ചർച്ച് ബെല്ലൊക്കെ ആണെങ്കിൽ ഡൈ കാസ്റ്റ്, ഏതെങ്കിലും ഒരു ഡൈയിലൊക്കെ വെച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഏത് വെയിറ്റും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു രൂപമൊക്കെ വെക്കണം, ഇല്ലെങ്കിൽ അവരുടെ പള്ളിയുടെ ഒക്കെ പേര് ഇതുപോലൊക്കെ ഒന്ന് എഴുതണം, ഇല്ലെങ്കിൽ ഇതുപോലെ ക്രോസ് ഒന്ന് വെക്കണം, ഇങ്ങനെയൊക്കെ സാധിക്കുന്നതാണ് മാന്നാർ ക്രാഫ്റ്റിന്റെ ചർച്ച് ബെല്ല്. ഏകദേശം ഒരു 1 kg മുതൽ ഒരു 2500 കിലോ ഒക്കെ വരെ നമുക്ക് സുഖമായി ഈ ചർച്ച് ബെല്ലൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ചർച്ച് ബെല്ലൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്ത് വലിപ്പമുണ്ട്, എന്ത് തൂക്കമുണ്ട്. ഇപ്പൊ നമ്മുടെ കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നത് ഓർഡറൊക്കെ വന്നതുമായിട്ടുള്ള ചർച്ച് ബെല്ലാണ്. അപ്പൊ ഈ ഒരു ബെല്ലാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ചർച്ച് ബെല്ല്. ഇത് ഏകദേശം 100 കിലോയോളമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. വിഡ്ത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 22 ഇഞ്ചോളം ഇതിന് വിഡ്ത്തുണ്ട്. ഹൈറ്റ് നോക്കുമ്പോൾ 21 ഇഞ്ചോളമാണ് ഇതിന് ഹൈറ്റ് വരുന്നത്. ഇതൊരു മറ്റൊരു ബെല്ലാണ്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 60 kgയോളം ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. ഈ 60 kg വെയിറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 19 ഇഞ്ചോളം ഹൈറ്റും ഒരു 19 ഇഞ്ചോളം ഒക്കെ വീതിയാണ്. ഇതൊരു 50 kg ബെല്ലാണ്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 18 ഇഞ്ച്, 1.5 അടി വീതിയും അത് തന്നെ പൊക്കമുണ്ട്. പിന്നെ ഒരു 25 kgയുടെ ഒരു മറ്റൊരു ബെല്ല് ഇവിടെ ഉണ്ട്. അത് വരുമ്പോൾ ഏകദേശം 14 ഇഞ്ചോളം ഹൈറ്റും 14 ഇഞ്ചോളം ഒക്കെ വിട്ട് വരുന്നുണ്ട്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 16 കിലോ ഉള്ള ഒരു ബെല്ലാണ്. ആ കിലോ ഉള്ള ബെല്ല് വരുമ്പോൾ ഒരു ഹൈറ്റും വിട്ടും ഏകദേശം ഒരു 11 ഇഞ്ചോളം ഹൈറ്റും വിട്ടും ഒക്കെ വരും. ഇത് പിന്നെ ഒരു ചെറിയ ബെല്ലാണ്. ഈ ബെല്ല് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 kgയുടെ ഒരു ബെല്ലാണ്. സൗണ്ടൊക്കെ നമുക്ക് ചെറിയൊരു മണിയുടെ പോലും നമുക്ക് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. എൻ്റെ അടിപൊളി സൗണ്ട് ആണെന്നോ ഇത്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 7 ഇഞ്ച് ഒക്കെ ഹൈറ്റ് ആണ് വരുന്നത്. വിട്ടും അതുപോലൊക്കെ തന്നെ വരുന്നതാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഒരു 6 kg, 6.5 kg ഒക്കെ വരുന്ന ഒരു ബെല്ലാണ്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 8 ഇഞ്ചൊക്കെയാണ് ഇതിന് ഹൈറ്റ് വരുന്നത്. ഇത് വരുമ്പോൾ ഒരു 14 kgയുടെ ബെല്ലാണ് ഈ ഒരു ബെല്ല്. ഇതൊരു ഹൈറ്റും വിട്ടും ഒക്കെ ഒരു 11 ഇഞ്ച് ഒക്കെ തന്നെയാണ് ഇത് വരുന്നത്. നമുക്ക് ഏത് രീതിയിലും ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ചിലരൊക്കെ സിൽവർ പെയിന്റ് ഒക്കെ അടിക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗോൾഡൻ പെയിന്റ് ഒക്കെ അടിക്കാനുണ്ട്. ഇത് കറക്റ്റ് അതേ കളറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ബെല്ലുകളൊക്കെ. അപ്പം നിങ്ങൾക്ക് ബെല്ല് ഇപ്പോൾ റിക്വയർമെന്റ് ഏത് കിലോ ആയിക്കോട്ടെ, നിങ്ങളുടെ ബഡ്ജറ്റ്, ഇപ്പോൾ ചിലർക്ക് ബഡ്ജറ്റ് ആയിരിക്കും കിലോ, അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് വേണമെന്നായിരിക്കെങ്കിലും ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ സെന്റ് ആന്റണീസ് ചർച്ച് ചീമേനി, ഇതുപോലെ ഇപ്പോൾ ഒരു കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്താണ് ഈ ബെല്ല്. ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്രോസ് വെക്കണം, ഇതുപോലെ ഒരു കുരിശാണ് വരേണ്ടത്, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഒരു പൂവിന്റെ ഒരു ഫോട്ടോ ആണെങ്കിൽ അത് രീതിയിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി എല്ലാവരും ചോദിക്കുന്നതാണ് ഈ ടെമ്പിൾ ബെല്ലും ചർച്ച് ബെല്ലും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നുള്ളത്. ടെമ്പിൾ ബെല്ല് നോർമലി ഒരു ബ്രാസിലൊക്കെ ആയിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അത് തന്നെ ഒരു ഇത്രയും കൂടെ ഒരു വേറെ ടൈപ്പ് ഒരു സൗണ്ട് ആയിരിക്കും. പക്ഷെ നമുക്ക് ചർച്ച് ബെല്ലിന് മുഴക്കം വേണം. ഇഷ്ടംപോലെ റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ പള്ളി റിലേറ്റഡ് ഉള്ളതാണ്. അപ്പം നല്ല മുഴക്കം വേണമെങ്കിൽ ഇതുപോലത്തുള്ള ബെൽ മെറ്റൽ യൂസ് ചെയ്യണം. നമുക്ക് മാർക്കറ്റിൽ തന്നെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ചർച്ച് ബെല്ല് തന്നെ പല റേറ്റിന് കാണാൻ സാധിക്കും. അതിന്റെ വ്യത്യാസം മെയിൻ വരുന്നത് ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. കാരണം നമുക്ക് ഈ പറയുന്ന ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഈ പറയുന്ന കോപ്പറും ടിന്നും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ടിന്നിന്റെയും കോപ്പറിന്റെ ഒക്കെ കോമ്പസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൈസിന് ചേഞ്ച് വരുന്നതാണ്. നിങ്ങൾ എപ്പോഴും പർച്ചേസ് നല്ലൊരു ബയ്യറിന്റെ തന്നെ വാങ്ങണം. അല്ലാതെ നിങ്ങളിപ്പോൾ റേറ്റ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ വളരെയധികം വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ ക്വാളിറ്റിയിലാണ് കോംപ്രമൈസ്. ഇത്തിരി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ അത് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതെന്താ സൗണ്ട് പ്രോപ്പറായിട്ട് അടങ്ങിയ സൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ പ്രോപ്പർ സൗണ്ടൊന്നും കാര്യങ്ങളും കിട്ടിയെന്ന് വരില്ല. ഒരു ലോങ് ലൈഫ് വേണമെങ്കിൽ കിട്ടി എന്ന് വരില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ എപ്പോഴും ചർച്ച് ബെല്ല് നിങ്ങൾ വാങ്ങുമ്പോൾ ക്വാളിറ്റി, ആ സൗണ്ട് നോക്കണം, അല്ലെങ്കിൽ ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി നല്ലൊരു സെല്ലറിനെ തന്നെ നിങ്ങൾ എപ്പോഴും വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മാന്നാർ ക്രാഫ്റ്റിൻ്റെ എല്ലാ ചർച്ച് ബെല്ലും കുറേയൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, ഇന്ന വെയിറ്റിന് വേണം, ഇന്ന KGക്കൊക്കെ വേണം, അല്ലെങ്കിൽ ഇന്ന രൂപമൊക്കെ വെച്ച് വേണമെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ താഴെ കടന്ന് നമ്മൾ കണക്ട് ചെയ്യുക. നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏത് ചർച്ച് ബെല്ലാണ് നിങ്ങൾക്ക് ബെറ്റർ. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നവരുണ്ട് ആന്ധ്രാപ്രദേശിലേക്ക്
വിത്തിൻ ഒരു 10 ഡേയ്സിനുള്ളിൽ ചർച്ച് ബെല്ല് വേണം, നമുക്ക് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ അതുപോലെ എന്ത് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറി ഉണ്ട്. നമുക്ക് നോർമലി ഇന്ത്യയിൽ നിന്നാണ് ഇതുപോലുള്ള ചർച്ച് ബെല്ലും കാര്യങ്ങളും ഈ മോഡൽ നമുക്ക് പോകാറുള്ളത്. ഇന്ത്യയിൽ എവിടെയും നമ്മൾ കറക്റ്റായിട്ട് എത്തിച്ചു തരുന്നതാണ്. അതിപ്പോൾ ഇപ്പോൾ വലിയ ബെല്ലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രെയിൻ മാർഗമാണ് ചെയ്യുന്നത്. ചെറിയ ബെല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൊറിയറൊക്കെ ചെയ്യാവുന്നതാണ്. ചില ചർച്ച് ബെല്ലൊക്കെ ഓസിലേഷൻ ചെയ്യാറുണ്ട്, അതും നമ്മൾ ചെയ്യുന്നതാണ്. ഓസിലേഷൻ ഇതുപോലെ ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണെന്ന്. അതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് ആ ഫിറ്റിങ്സും എല്ലാം നമ്മുടെ വർക്കേഴ്സ് അവിടെ വന്ന് ചെയ്തു തരുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇല്ലെങ്കിൽ ചർച്ചിനോ ഒക്കെ ഇത് ആവശ്യം, ചർച്ച് ബെല്ല് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.